നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇടപെട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉദ്യോഗസ്ഥരുടെ നിയമനം അസാധുവാക്കി. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങൾ അസാധു. തെരഞ്ഞെടുപ്പിൽ CPM-ന് തലവേദനയായി കണ്ണൂർ, പാലക്കാട് ഉൾപ്പെടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ അപസ്വരങ്ങൾ. ആലപ്പുഴയിൽ G സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നതും ഇടുക്കിയിൽ MM മണിയെ ഒഴിവാക്കിയതും തിരിച്ചടിയാകുമെന്ന ആശങ്ക. ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം വൈകുന്നു. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള കോൺഗ്രസ്. തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ CPM-ൽ കടുത്ത എതിർപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലും യോഗങ്ങളിലും എതിർപ്പറിയിച്ച പാർട്ടി അംഗങ്ങളും അനുഭാവികളും. ശ്യാമളയ്ക്ക് പകരം MV ജയരാജനെ മത്സരിപ്പിക്കണമെന്ന് നിർദ്ദേശം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. പത്തനംതിട്ടയിൽ അബിൻ വർക്കിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്റർ. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ പുതുയുഗയാത്രയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് സമാപനം. ധർമ്മടത്ത് മെഗാ അദാലത്തുമായി BJP. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയെ വാഹനമിടിപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ സിറിയക് P. ജോർജ് അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് വാഗമൺ പോലീസ്. പ്രതിയെ അങ്കമാലി പോലീസിന് കൈമാറും. പ്രതിയുടെ പിതാവ് ജോർജ് മാത്യുവും കസ്റ്റഡിയിൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കായുള്ള പാറ തുരക്കലിന് തുടക്കമായി. ആദ്യ ബ്ലാസ്റ്റിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങൾ ഉണ്ടാക്കി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. യുദ്ധഭീതി ഒഴിയാതെ 7ാം ദിനവും പശ്ചിമേഷ്യ. ഇറാനിൽ മരണം 1230. ഇറാൻ തകർക്കപ്പെടുമെന്നും അമേരിക്കൻ സൈന്യം ഏറെ മുന്നിലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ തകർത്തെന്ന് ആവർത്തിച്ച് ഇറാൻ. കരയുദ്ധം നടത്തിയാലും നേരിടുമെന്നും ഇറാൻ. ബഹ്റിനിൽ ഹോട്ടലുകൾക്കും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്കും നേരെ ആക്രമണം. ആളപായമില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അസമിൽ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർക്ക് വീരമൃത്യു. പരിശീലന പറക്കലിനിടെ തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങൾ കർബി ആംഗ്ലോങ് മേഖലയിൽ കണ്ടെത്തി. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു വ്യോമസേന. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന നിലപാട് തിരുത്തി അമേരിക്ക. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ്. നിലപാടുമാറ്റം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെ നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിക്ക് വൻ മുന്നേറ്റം. ആദ്യഘട്ട ഫലങ്ങൾ പുറത്തുവരുമ്പോൾ പുതുതായി രൂപീകരിച്ച പാർട്ടി മുന്നിൽ. നേപ്പാളി കോൺഗ്രസ് 8 സീറ്റിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ 4 സീറ്റുകളിലും മാത്രം മുന്നിട്ട് നിൽക്കുന്നു. നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 സീറ്റുകൾ നേടിയപ്പോൾ മറ്റുള്ളവർ 1 സീറ്റിൽ ഒതുങ്ങി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.